പ്രിയമുള്ളവരെ, വചനജ്വാല 1330 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 22 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ 92 സങ്കീർത്തനം 1 മുതൽ 15 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നീതിമാൻ സന്തോഷിക്കുന്നു. സാബത്ത് ദിവസത്തേക്കുള്ള ഒരു ഗീതം. അത്യുന്നതനായ കർത്താവെ, അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം. ദശതന്ത്രീനാദത്തോടുകൂടെയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു. അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം. അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം. ബുദ്ധിഹീനനെ അത് അജ്ഞാതമാണ്. ഭോഷനെ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊന്തുന്നു. തിന്മ ചെയ്യുന്നവൻ തഴച്ചു വളരുന്നു. എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും. കർത്താവേ, അങ്ങ് എന്നേക്കും ഉന്നതനാണ്. കർത്താവേ, അങ്ങയുടെ ശത്രുക്കൾ നശിക്കും. ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണു കണ്ടു. എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ ദുരന്തം എൻ്റെ ചെവിയിൽ കേട്ടു. നീതിമാന്മാർ പന പോലെ തഴയ്ക്കും. ലെബനോനിലെ ദേവദാരു പോലെ വളരും. അവരെ കർത്താവിന്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിന്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇലചൂടി പുഷ്ടിയോടെ നിൽക്കും. കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അഭയശില. അനീതി അവിടുത്തെ തീണ്ടിയിട്ടില്ല. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ സോത്തേർ മാർപ്പാപ്പയെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഔദാര്യത്തിന്റെ പാപ്പ എന്ന് കൊറിന്തിലെ മെത്രാനായിരുന്ന ഡയനീഷ്യസ് വിശേഷിപ്പിക്കുന്ന സോത്തേർ ഇറ്റലിയിലെ ഫോണ്ടിയൽ ജാതനായി. സോത്തേർ എന്ന നാമത്തിന്റെ അർത്ഥം വിമോചകൻ എന്നാണ്. വിശുദ്ധ അനീസത്തൂസ് പാപ്പായുടെ പിൻഗാമിയാണ് വിശുദ്ധ സോത്തേർ. ഒരു പിതാവിന്റെ സ്നേഹത്തോടുകൂടി മധുരമായ പ്രഭാഷണങ്ങൾ ചെയ്ത് സർവരെയും അദ്ദേഹം ആശ്വസിപ്പിച്ചിരുന്നു. കഴിവുപോലെ എല്ലാവരെയും സഹായിച്ചുമിരുന്നു. കൊറിന്തിലെ സഭയ്ക്ക് ചെയ്ത വമ്പിച്ച സഹായം വിശുദ്ധ ഡയനീഷ് ശ്ലാഘിച്ചു കാണുന്നുണ്ട്. മോന്തുനൂസിന്റെ പാഷണ്ഡതയെ അദ്ദേഹം എതിർത്തു. സോത്തേർ മാർപ്പാപ്പയെ കുറിച്ചുള്ള പഠനങ്ങൾ ആദിമകാലം മുതൽക്കുള്ള റോമാമെത്രാന്റെ പ്രാമുഖ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 4 കൊല്ലത്തെ തിരുസഭാ ഭരണത്തിന് ശേഷം രക്തസാക്ഷിത്വം വരിച്ചു എന്നാണ് പാരമ്പര്യമായി വിശ്വസിക്കുക. പ്രിയരെ, ഇന്നു തന്നെ വിശുദ്ധ കായിയൂസ് മാർപ്പാപ്പയെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. സലോണയിൽ ജനിച്ച കായിയൂസ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഒരു ചാർച്ചക്കാരനായിരുന്നു. വിശുദ്ധ
എവിറ്റിക്യൂസ് പാപ്പായുടെ പിൻഗാമിയായി 283 ഡിസംബർ 17 മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ആരോഹണം ചെയ്ത കായിയൂസ് പാപ്പ 2 കൊല്ലമാണ് സമാധാനം അനുഭവിച്ചിട്ടുള്ളത്. വിശുദ്ധ സെബസ്ത്യാനോസ് തുടങ്ങിയ രക്തസാക്ഷികൾക്ക് പ്രോത്സാഹനം നൽകിയ കായിയൂസ് പാപ്പയാണ്. 12 കൊല്ലത്തെ ഭരണത്തിന് ശേഷം 296 ഏപ്രിൽ 21 കായിയൂസ് പാപ്പ ദിവംഗതനായി. എങ്കിലും അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള സഹനങ്ങൾ പരിഗണിച്ച് അദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയായി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റുമുട്ടുന്ന എതിർപ്പുകളെയും മർദ്ദനങ്ങളെയും പരിപൂർണതാ പദത്തിലെ പ്രതിബന്ധങ്ങളായി നാം കരുതുന്നുണ്ടാകാം. അവ കുരിശുകളും മുള്ളുകളുമാണ്. എന്നാൽ അവ ഉൽപ്പാദിപ്പിക്കുന്ന സുഹൃത കുസുമങ്ങൾ സുന്ദരങ്ങളും സുരഭിലങ്ങളുമാണ്. സന്മനസ്സോടെ അവ സഹിക്കണം. പ്രിയരെ, വിശുദ്ധ സോത്തേർ മാപ്പാപ്പയെയും രക്തസാക്ഷിയായി പരിഗണിക്കുന്ന വിശുദ്ധ കായിയൂസ് മാർപ്പാപ്പയുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം കൂടി ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.